ഗാസയിലെ വെടിനിർത്തൽ സാധ്യത വിജയം കൈവരിക്കില്ലെന്നും അത് അകലെയാണെന്നും അറിയിച്ചിരിക്കുകയാണ് ഹമാസ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവതരിപ്പിച്ച പദ്ധതിയെക്കുറിച്ച് അറിയില്ലെന്നാണ് ഹമാസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഇടക്കാല ഗാസ ഭരണത്തിന് മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയറിനെ അംഗീകരിക്കില്ലെന്നും ടോണി ബ്ലെയർ വിചാരണ നേരിടേണ്ട ആളാണെന്നും ഹമാസ് അഭിപ്രായപ്പെടുന്നുണ്ട്. ഗാസയിൽ വെടിനിർത്തലിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 21-ന് പദ്ധതി അവതരിപ്പിച്ചിരുന്നു. ഇതാണ് ഹമാസ് ഭാഗികമായി തള്ളുന്നത്. ഗാസയിൽ അമേരിക്ക മുന്നോട്ട് വെച്ച വെടിനിർത്തൽ നിർദ്ദേശങ്ങളുടെ വിജയസാധ്യത അനിശ്ചിതത്വത്തിൽ തുടരുകയാണ്. ഗാസയിൽ അധികാരമാറ്റത്തിന് മുന്നോടിയായുള്ള ഇടക്കാല സമിതിയെ നയിക്കാൻ മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയർ എത്തുന്നത് അംഗീകരിക്കില്ലെന്ന് ഹമാസ് വ്യക്തമാക്കിയതോടെയാണിത്. ഗാസയിൽ വെടിനിർത്തലിനായുള്ള ഒരു പദ്ധതിയും ലഭിച്ചിട്ടില്ലെന്നും ഹമാസ് വ്യക്തമാക്കിയിട്ടുണ്ട്. അമേരിക്കൻ നിർദ്ദേശപ്രകാരം ഇടക്കാല ഗാസ ഭരണസമിതിയെ നയിക്കാൻ ടോണി ബ്ലെയർ എത്തുമെന്നായിരുന്നു റിപ്പോർട്ടുകൾ. ഇറാഖ് യുദ്ധത്തിലടക്കമുള്ള പങ്കിന് വിചാരണ നേരിടേണ്ടയാളാണ് ടോണി ബ്ലെയർ എന്നും പലസ്തീൻ ജനതയ്ക്ക് ഒരു നന്മയും ടോണി ബ്ലെയർ ചെയ്തിട്ടില്ലെന്നുമാണ് ഹമാസിന്റെ നിലപാട്. ഗാസയിലെ ആഭ്യന്തര ഭരണം പലസ്തീൻ ജനതയാണ് തീരുമാനിക്കേണ്ടതെന്നും വ്യക്തമാക്കി. അതേസമയം ഗാസ മുനമ്പിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള സമാധാന കരാർ ചർച്ചകൾ അവസാന ഘട്ടത്തിലാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരുന്നു. ഇതിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അറബ് രാഷ്ട്രങ്ങളും ഹമാസും എല്ലാവരും യോജിച്ചുവെന്നും US പ്രസിഡന്റ് സൂചിപ്പിച്ചതായി ആക്സിയോസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ട്രംപ് നെതന്യാഹു കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് റിപ്പോർട്ട് വന്നത്. മിഡിൽ ഈസ്റ്റിനെ കുറിച്ച് ട്രൂത്ത് സോഷ്യൽ പോസ്റ്റിൽ സൂചന നൽകിയതിന് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷമാണ് പ്രസിഡന്റിന്റെ പരാമർശം. മധ്യപൂർവ്വ ദേശത്ത് മഹത്വം കൈവരിക്കാനുള്ള ഒരു യഥാർത്ഥ അവസരമാണ് നമുക്കുള്ളത്. എല്ലാവരും ഒരു പ്രത്യേക കാര്യത്തിനായി ഒരുങ്ങിയിരിക്കുന്നു. ഇത് ആദ്യമായാണ്. ഞങ്ങൾ അത് പൂർത്തിയാക്കുമെന്നും അദ്ദേഹം ശനിയാഴ്ച രാത്രി പോസ്റ്റ് ചെയ്തു. ആക്സിയോസിനോട് സംസാരിക്കവേ ട്രംപ് പറഞ്ഞു, ഒരു കരാർ ഉണ്ടാക്കാൻ എല്ലാവരും ഒത്തുചേർന്നിട്ടുണ്ട്, പക്ഷേ നമ്മൾ ഇപ്പോഴും അത് പൂർത്തിയാക്കേണ്ടതുണ്ട്. ഇതിൽ അറബ് രാജ്യങ്ങളുമായി പ്രവർത്തിക്കാൻ അവർ അതിശയകരമായിരുന്നു. ഹമാസ് അവരോടൊപ്പം വരുന്നു. അറബ് ലോകം സമാധാനം ആഗ്രഹിക്കുന്നു. ഇസ്രായേൽ സമാധാനം ആഗ്രഹിക്കുന്നു. ബിബി സമാധാനം ആഗ്രഹിക്കുന്നു. ബിബി എന്നത് നെതന്യാഹുവിന്റെ വിളിപ്പേരാണ്. ഗാസ കരാർ മധ്യപൂർവ്വ ദേശത്തേക്ക് യഥാർത്ഥ സമാധാനത്തിനുള്ള ആദ്യ അവസരമായിരിക്കുമെന്നും ട്രംപ് അഭിപ്രായപ്പെട്ടു. അത് യാഥാർത്ഥ്യമായാൽ അത് ഇസ്രായേലിനും മധ്യപൂർവ്വ ദേശത്തിലും ഒരു മികച്ച ദിവസമായിരിക്കുമെന്നും കൂട്ടിച്ചേർത്തു. ഗാസയിലെ 2 വർഷത്തോളമായി തുടർന്ന യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി കഴിഞ്ഞയാഴ്ച UN ജനറൽ അസംബ്ലിയിൽ US 21 പോയിന്റ് മിഡിൽ ഈസ്റ്റ് സമാധാന പദ്ധതി അവതരിപ്പിച്ചു. ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായ എല്ലാ ബന്ദികളെയും തിരികെ കൊണ്ടുവരണമെന്നും ഖത്തറിനെതിരെ ഇനി ഇസ്രായേൽ ആക്രമണം നടത്തരുതെന്നും സമാധാനപരമായ സഹവർത്തിത്വത്തിനായി ഇസ്രായേലും പലസ്തീനും തമ്മിൽ പുതിയ സംഭാഷണം നടത്തണമെന്നും അത് ആഹ്വാനം ചെയ്തു. അതേസമയം ഞായറാഴ്ച റോയിട്ടേഴ്സിനോട് സംസാരിച്ച ട്രംപ് നെതന്യാഹു കരാർ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നതിനാൽ വളരെ നല്ല പ്രതികരണം ലഭിച്ചുവെന്ന് പറഞ്ഞിരുന്നു. എല്ലാവരും ഒരു കരാറിലെത്താൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും ഇതിൽ പങ്കാളികളാണ്. എല്ലാവരും അത് ആഗ്രഹിക്കുന്നു. ഹമാസും അത് ആഗ്രഹിക്കുന്നു. എല്ലാവരും ക്ഷീണിതരായിരിക്കുന്നതാണ് ഒരു കാരണമെന്നും പ്രസിഡന്റ് വ്യക്തമാക്കി. അതേസമയം ഈ പ്രക്രിയയിൽ സഹായിച്ചതിന് സൗദി അറേബ്യ, ഖത്തർ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ഈജിപ്ത്, ജോർദാൻ തുടങ്ങിയ രാജ്യങ്ങളുടെ നേതാക്കളെയും അദ്ദേഹം പ്രശംസിക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.